കടുത്തുരുത്തി അറുന്നൂറ്റിമംഗലം റോഡിൽ രൂപപ്പെട്ട കുഴികൾ അടച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചു. മോൻസ് ജോസഫ് എം.എൽ.എ. കടുത്തുരുത്തിയിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ താൽക്കാലികമായി റോഡിലെ കുഴികൾ അടയ്ക്കുന്നതിനുള്ള തീരുമാനമെടുത്തിരുന്നു. എം.എൽ.എയുടെ സാന്നിധ്യത്തിലാണ് റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. കടുത്തുരുത്തി അറുന്നൂറ്റിമംഗലം റോഡ് തകർന്ന് യാത്ര ദുഷ്കരമായിട്ട് വർഷങ്ങളാകുന്നു. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഇതുവഴി യാത്ര ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ വൻ കുഴികളാണ് രൂപപ്പെട്ടത്. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ വ്യാപക പ്രതിഷേധവും ഉയർന്നിരുന്നു. ഒട്ടേറെ സമരപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. റോഡിലെ കുഴികൾ നികത്തുന്നതിനും റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിനും വേണ്ടി കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ് എം.എൽ.എ. വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലെ തീരുമാനപ്രകാരം റോഡിലെ വലിയ കുഴികൾ അടച്ച് താൽക്കാലികമായ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് തീരുമാനമെടുത്തിരുന്നു. ഇതിൻ പ്രകാരം കടുത്തുരുത്തി പിറവം റോഡിൽ കൂടുതലായി കുഴികൾ രൂപപ്പെട്ട SVD ജംഗ്ഷന് സമീപത്ത് നിന്നും റോഡ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഏറ്റവും യാത്രാ സംബന്ധമായ ഏറ്റവും ദയനീയമായ ഒരു സ്ഥിതിയിൽ റോഡ് തകർന്ന് കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ ഇതിന് ശവമോക്ഷം കൊടുക്കാൻ വേണ്ടിയുള്ള നടപടികൾ സർക്കാർ തലത്തിൽ നിരന്തരമായി ഇടപെട്ട് നമ്മൾ സ്വീകരിച്ചു വരികയാണ്. ഇപ്പോൾ PWDയുടെ തലത്തിലേക്ക് വാട്ടർ അതോറിറ്റി റോഡ് റെസ്റ്റോർ ചെയ്യുക എന്നുള്ളതായിരുന്നു സർക്കാർ തീരുമാനം. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഇട്ട് തീർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ റോഡ് റെസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയുള്ള സിസ്റ്റം വാട്ടർ അതോറിറ്റിക്ക് ഇല്ലാത്തതുകൊണ്ട് അവർക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് അവർ സർക്കാരിനെ അറിയിക്കുകയുണ്ടായി. പ്രാദേശികമായ യോഗത്തിൽ ഞങ്ങൾ വിളിച്ചുകൂട്ടിയ യോഗത്തിലും ജില്ലാ കളക്ടറുടെ യോഗത്തിലും വാട്ടർ അതോറിറ്റി ഇക്കാര്യം അറിയിച്ചു. അതിനടിസ്ഥാനത്തിൽ PWD തന്നെ ചെയ്യാൻ വേണ്ടി വാട്ടർ അതോറിറ്റിയിൽ ആവശ്യമായ പണം അടയ്ക്കാൻ പറഞ്ഞു. 3,50,00,000 രൂപ 48 ലക്ഷം രൂപയാണ് PWD എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. പക്ഷെ അത്രയും തുക വാട്ടർ അതോറിറ്റിക്ക് അടയ്ക്കാൻ പണമില്ലാത്ത സാഹചര്യം പറഞ്ഞ് അവർക്ക് പരമാവധി അടയ്ക്കാൻ പറ്റുന്നത് 2,90,000 അവർ അടച്ചു. 2,90,000 രൂപ 2,90,00,000 രൂപ അവരടച്ചു. അപ്പോൾ 2,90,00,000 രൂപ അടച്ചപ്പോൾ 3,50,00,000 ആവശ്യമുള്ളത്. ബാക്കി തുക കിട്ടാതെ റോഡ് ഏറ്റെടുക്കരുത് എന്ന് PWDയുടെ ഉന്നതതലത്തിൽ നിന്നുള്ള നിർദ്ദേശമാണ്. ഇതേ തുടർന്ന് പ്രതിസന്ധി വന്നു. MLA എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെട്ടു, ഇനി ഇത് ഇട്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല. ഇനി സർക്കാർ തലത്തിലുള്ള തർക്കങ്ങൾ കൊണ്ട് ഇനിയും ഇത് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു പരിഹാരം ഉണ്ടാകണം എന്ന് പറഞ്ഞ് സർക്കാർ തലത്തിൽ നമ്മൾ ആ വിവരം അറിയിച്ചു. ജില്ലാ കളക്ടറുടെ തലത്തിൽ എല്ലാ മാസവും ഇന്റർ ഡിപ്പാർട്ട്മെൻറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നമ്മുടെ സമിതിയുണ്ട്, PICC സമിതിയുണ്ട്. MLA ചെയർമാനെ നിയോജക മണ്ഡലത്തിലും സമിതി സർക്കാർ വെച്ചിട്ടുണ്ട്. ഈ രണ്ട് ബോഡിയും യോഗം ചേർന്ന് ഞങ്ങൾ തീരുമാനിച്ചത് വാട്ടർ അതോറിറ്റി അടച്ച പണം PWD സ്വീകരിച്ചുകൊണ്ട് ആ തുകയും PWDയുടെ കൈവശമുള്ള ബാക്കി തുകയും ചേർത്ത് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ മുൻഗണന കൊടുക്കണം എന്ന തീരുമാനം ഞങ്ങളെടുത്ത് 2 മാസം മുമ്പേ സർക്കാരിലേക്ക് കൊടുത്തു. മടമക്കും മറ്റ് അനുബന്ധ സാധനങ്ങളും കുഴികളിൽ നിറച്ചാണ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടപ്പിലാക്കുന്നത്. വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ വർക്ക് ഏറ്റെടുത്തിട്ടുള്ള കരാറുകാരൻ അബു മാത്യുവിന്റെ നേതൃത്വത്തിലാണ് പണികൾ നടക്കുന്നത്. ശ്രമദാനമായി റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിത്തരണമെന്ന് അബു മാത്യുവിനോട് സർവകക്ഷി യോഗത്തിൽ MLA ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സൗജന്യമായാണ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിവരുന്നത്. സർക്കാരിൽ നിന്നും ഇതിനായി ഫണ്ട് ലഭിച്ചതുമില്ല. റോഡിന്റെ പുനരുദ്ധാരണ ജോലികൾ നേരിട്ട് പരിശോധിക്കാൻ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA സ്ഥലം സന്ദർശിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്തി. വാർഡ് മെമ്പർ ടോമി നിരപ്പേൽ, വാട്ടർ അതോറിറ്റി സോണിയ S, AXC സവിത AV, AE ഷാൻഡി ജോസഫ് എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. SNDP യോഗം യൂണിയൻ പ്രസിഡന്റ് പ്രസാദ് ആരിശ്ശേരിൽ, കൈലാസപുരം ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി അശോക് കുമാർ, ജോണി കണിവേലി തുടങ്ങിയവർ റോഡ് വികസനം സംബന്ധിച്ച് വിവിധ നിർദ്ദേശങ്ങൾ MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. i4U ന്യൂസ്, ഏറ്റുമാനൂർ.